ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കാലത്തും ഒരു ആക്ടിവിസ്റ്റ് ആവരുതെന്നാണ് പൊതുവേ ഉള്ളത്. പക്ഷേ കുറച്ച് നാളുകളായി കാണുന്നത്, റിപ്പോർട്ടർ ചാനലുമായി കാണുന്നത് ഒരു ആക്ടിവിസ്റ്റ് പ്രവർത്തനമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് അരുൺകുമാർ. അതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തനം വളരെ ഉത്തരവാദപ്പെട്ട ഒരു ജോലിയാണ്. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. അതിന് കാരണങ്ങളുണ്ട്, വളരെ സോളിഡായ കാരണങ്ങൾ തന്നെയുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ അരുൺ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാധ്യമപ്രവർത്തകൻ എന്ന് പറയാമോ, കഴിയുമോ? മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മം എന്താണ്? വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുക. ജനങ്ങൾ ആ വാർത്തകൾ വായിച്ചും അറിഞ്ഞും പഠിച്ചും ഒരു അഭിപ്രായ രൂപീകരണത്തിലെത്തും, അല്ലേ? അങ്ങനെ അഭിപ്രായ രൂപീകരണത്തിലെത്താൻ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങളെ അറിയിക്കുക അല്ലാതെ തൻ്റെ ആശയം, തൻ്റെ നിലപാട്, തൻ്റെ ഉള്ളിലിരിപ്പ്, തൻ്റെ പദ്ധതി അത് വാർത്തകളിലൂടെ കടത്തിവിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല. അത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആക്ടിവിസവും അല്ല. അതൊക്കെ തരംതാണ പ്രവൃത്തിയാണ്. മാധ്യമപ്രവർത്തനം നല്ല അതിന് പറയേണ്ടത്. ശരിക്കും അതിന് പറയേണ്ടത് മാധ്യമങ്ങളിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു സൈബർ കമ്മിയായി മാറി. കറകളഞ്ഞ ഒരു സൈബർ കമ്മി എന്നുള്ളത് മാത്രമല്ല, അതിന് ശരിക്കും എന്താണ് പറയേണ്ടത്? മാധ്യമപ്രവർത്തനം എന്നാണോ പറയേണ്ടത്? അതോ പറയാനുള്ളൊരു വാക്ക് വളരെ മോശപ്പെട്ടൊരു വാക്കാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത്. ഞാനത് പറയുന്നില്ല. ഈ നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്കൊരല്പം മാന്യതയുള്ളതുകൊണ്ട് അത് ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും എനിക്കതുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ വളരെ തരംതാണ രാഷ്ട്രീയ കളിയാണ്. ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണ്ടി, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അത് തെറ്റാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ചാനലുകളുണ്ട്. അവർക്കൊക്കെ അത് ചെയ്യാം. കാരണം അവർ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ പോലും കേരളത്തിൽ അതെ പിന്നെ അധികമായി അങ്ങനെ വിമർശിക്കുന്നത് കണ്ടിട്ടില്ല. വിമർശിക്കുന്നത് മാത്രമല്ല, ഇത്ര തരംതാണ കളി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിത് അരുൺകുമാറിൻ്റെ കാര്യത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റിപ്പോർട്ടർ ചാനൽ മൊത്തത്തിൽ അങ്ങനെയാണ്. അതിനകത്ത് ജോലി ചെയ്യുന്ന ആരെക്കുറിച്ചും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമ പ്രവർത്തനമാണ് അവർ നടത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാരാണെങ്കിലും, ഏത് പാർട്ടിയെ അനുകൂലിച്ച് സംസാരിച്ചാലും ശരി, ആ ചാനലിലുള്ളവർ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ഒരു തരംതാണ രാഷ്ട്രീയ കളിയാണ്. ചേരി തിരിഞ്ഞ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വശത്ത് നിന്ന് പരസ്പരം ഗോഗ്വ വിളിയും ഈ ന്യൂസ് റൂമിൽ തന്നെ അതൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഈ സെൻസേഷണൽ, അതായത് വിവാദങ്ങൾ ഉണ്ടാക്കുക, ഈ സെൻസേഷണൽ ന്യൂസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ സെൻസേഷണൽ ന്യൂസിൻ്റെ പുറകെ പോകുമ്പോൾ അത് സെൻസിബിളായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് നമ്മുടെ മാധ്യമ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. കാരണം അത്തരം വിവാദപരമായ വാർത്തകളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്തെ സെൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ സെൻസ് ഉണ്ടായില്ലെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തന്നെയുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ചാരക്കേസാണ്. അന്ന് ചാരക്കേസിൽ മാധ്യമപ്രവർത്തകരെ ആരാണ് വഴിതെറ്റിച്ചത്? മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ വിവരങ്ങളുടെ ആ ഉറവിടം, ആ സോഴ്സ് ആധികാരികമായിരുന്നു എങ്കിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഈ കനത്ത തിരിച്ചടി ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമായിരുന്നു. ഏറ്റവും താഴെത്തട്ട് മുതൽ അന്വേഷിച്ചു പോയ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റി എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറയുന്നു. ആ ഉദ്യോഗസ്ഥരെ, കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകർക്ക്, ഞാനതാണ് നേരത്തെ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ സത്യത്തിൻ്റെ പതാകവാഹകരാണ്. സത്യമായി ജനങ്ങളെ അറിയിക്കേണ്ടവരാണ്, സമഗ്രമായി അറിയിക്കേണ്ടവരാണ്. ജനം അഭിപ്രായം രൂപീകരിക്കട്ടെ. ജനങ്ങൾക്ക് അഭിപ്രായം രൂപീകരിക്കാനുള്ള ശക്തിയുണ്ട്, അവർക്കതിനുള്ള അറിവുണ്ട്, ചിന്താശേഷിയുണ്ട്. അതൊന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അരുൺകുമാറാണ് ന്യൂനപക്ഷത്തിൽപ്പെട്ട അനൂപ് ആന്റണി, ഒരു ക്രൈസ്തവനെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം പോസ്റ്റുമായി രംഗത്ത് വന്നു. അനൂപ് ആന്റണി ചെയ്തതിലെ ശരിയും തെറ്റും ഒന്നുമല്ല വിഷയം. അനൂപ് ആന്റണി അവിടെ എന്താണോ പ്രവർത്തിച്ചത് അത് സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ്റെ ജോലി. അനൂപ് ആന്റണിയുടെ പക്ഷവും പിടിക്കേണ്ട, അനൂപ് ആന്റണിയുടെ വിരുദ്ധനുമാകണ്ട. അവിടെ നടന്ന സംഭവങ്ങൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾ വിശകലനം ചെയ്തുകൊള്ളൂ. പക്ഷേ നിങ്ങൾ വാർത്തകൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിന് പകരം അനൂപ് ആന്റണിക്ക് അനുകൂലമായിട്ടോ എതിരായിട്ടോ
വാർത്തകൾ പറയേണ്ട കാര്യം മാധ്യമപ്രവർത്തകനില്ല. അരുൺ വളരെ ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് മറുപക്ഷത്തെ അല്ലെങ്കിൽ മറുപക്ഷങ്ങളെ ആക്രമിക്കുന്ന രീതിയിലാണ് വാർത്തകൾ കൈകാര്യം ചെയ്തത്. അത് സെൻസിബിൾ അല്ല എന്ന് ഇവിടെ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകന് യോജിച്ചതല്ല. പണ്ട് നമ്മളൊക്കെ അതാണ് അദ്ദേഹം തറയാകുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്കും തറയാകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അത് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ഉല്ലാസ് ബാബുൽ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം ചർച്ചകളെ നമ്മുടെ ന്യൂസ് അവർ ഈ പറയുന്ന പോലെ ന്യൂസ് റൂമുകൾ, ഈ പ്രത്യേകിച്ചും രാത്രി 8 മണിക്ക് നടക്കുന്ന ചർച്ച പല സ്ഥലത്തും വളരെ അരോചകമാണ്. പല ചാനലുകളിലും നടക്കുന്ന, ഞാൻ റിപ്പോർട്ടറിൻ്റെ മാത്രം കാര്യം പറയുന്നില്ല, പല ചാനലുകളും, പേരെടുത്ത് ആരെയും പറയുന്നില്ല, പക്ഷെ പല ചാനലുകളും എന്നാൽ വളരെ മോശമായ രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നല്ല ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ചർച്ചകൾ വരട്ടെ, ആരോഗ്യകരമായ ചർച്ചകൾ വരട്ടെ. ഇത് പരസ്പരം പോർവിളിയും സംഘർഷവും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അഭിപ്രായ രൂപീകരണത്തിനല്ലേ നമ്മൾ മാധ്യമങ്ങളെ സമീപിക്കുന്നത്. ഒരു വാർത്തയുടെ സത്യസന്ധമായ വശം എന്താണ് എന്നറിയാനാണ് ജനം ആഗ്രഹിക്കുന്നത്. അവരെ സത്യസന്ധമായിട്ട് തെളിവുകൾ സഹിതം നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഈ പക്ഷം പിടിച്ച് ഒരു പക്ഷത്തെ ആക്രമിച്ച് വാർത്തകളിൽ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ വാർത്തകളെ വളച്ചൊടിച്ച് ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതല്ല. മാത്രമല്ല മേഖലയെ ബാധിച്ച ഒരു ക്യാൻസറായി എന്തായാലും ഇതൊക്കെ മാറിയിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും ഇത്തരം അനഭിലഷണീയമായ പല പ്രവണതകളും ദൃശ്യമാധ്യമ രംഗത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെല്ലാം കടത്തിവിട്ടുന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടർ ചാനൽ പോയിരിക്കുന്നത്. നമ്മൾ നോക്കൂ, ഏഷ്യാനെറ്റ് ആയിരുന്നു എത്രയോ പതിറ്റാണ്ടുകളായിട്ട് 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ഏഷ്യാനെറ്റിനെ കുറിച്ചും മനോരമയെക്കുറിച്ചും മാതൃഭൂമി, ഇവർക്കെല്ലാം ചാനലുകളുണ്ട്. ഇവരെക്കുറിച്ചൊന്നും നമ്മൾ ഇത്ര മോശമായ അഭിപ്രായം, ഇത്ര എന്താ പറയുക, ഗതികെട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല അല്ലേ. എത്രയോ കാലം നമുക്ക് അവരോട് ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിപ്പും വിയോജിപ്പും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇതെന്ന് ബോധമുണ്ടാകും എന്ന് അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പോലും റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ന്യൂസുകളെ സെൻസേഷണലാക്കി അതിനെ സെൻസിബിളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം അതിനെ സെൻസേഷണലാക്കി വക്രീകരിച്ച് വളച്ചൊടിച്ച്, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷിരൂരിലെ ആ സംഭവം അല്ലേ. അവിടെ മല ഇടിഞ്ഞ് വീണ് ഒരു ലോറിയും അതിൻ്റെ ഡ്രൈവറും അതിൻ്റെ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽപ്പെട്ട ഡ്രൈവറെയും ലോറിയെയും കണ്ടെത്താനുള്ള പരിശ്രമം ആരാണ് ചെയ്യേണ്ടത്? അത് ചെയ്യാനാണ് ഇവിടെ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, പോലീസ്, പട്ടാളം, വലിയ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മാധ്യമപ്രവർത്തകൻ അത് ചെയ്യരുത്. അവർ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായി സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടത്. അതിന് പകരം എവിടെയൊക്കെയോ പോയി ആരെയൊക്കെയോ വിളിച്ചുകൊണ്ട് വന്ന് അതിനെ അവിയൽ പരുവത്തിൽ നശിപ്പിച്ച്, അവിടെയുണ്ട് ലോറി, ഇവിടെയുണ്ട് പോലീസ്, ഇവിടം കുഴിക്കുന്നില്ല, ഫയർഫോഴ്സ് അവിടെ നോക്കുന്നില്ല, പട്ടാളം ഇത് പരിശോധിക്കുന്നില്ല, മറ്റേ കൊണ്ടുവന്ന യന്ത്രം പ്രവർത്തിക്കുന്നില്ല, എന്തൊക്കെ ആയിരുന്നു അന്ന് നടന്നത്. അവസാനം ആ പുഴയിലെ കുത്തൊഴുക്ക് നിലച്ചപ്പോൾ ആ ലോറി ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് പ്രേക്ഷകരെ പിടിക്കാൻ വേണ്ടിയിട്ട്, 1-ാം സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട്, റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തെണ്ടിത്തരം കാണിക്കരുത് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ അവർ ആഴത്തിൽ ചിന്തിക്കട്ടെ. ഇന്ന് നമ്മൾ റീച്ച് കൂട്ടും, ഇന്ന് നമുക്ക് പ്രേക്ഷകരുടെ എണ്ണം കൂടും, ഇന്ന് നമ്മൾ 1-ാം സ്ഥാനത്തെത്തും. പക്ഷേ നാളെയും ഒരു ദിവസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സത്യസന്ധതയും ധാർമ്മികതയും വാർത്തകളുടെ ഉള്ളടക്കത്തിലെ ആ മനോഹാരിതയും ഗാംഭീര്യവും നന്മയും സത്യവും ഒക്കെ നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾ നാളെ പിന്തള്ളപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, മുഴുവൻ മാധ്യമലോകവും അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരും. മാധ്യമപ്രവർത്തകരെ വഴിയിൽ കിട്ടിയാൽ ഓടിച്ചിട്ട് തല്ലുന്നൊരു കാലം വിദൂരമല്ല. ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് പലയിടത്തും. മാപ്രകൾ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ സത്യസന്ധമായി വാർത്ത എഴുതിയതിനാണ് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്.
ഞാനടക്കം എൻ്റെ അനുഭവം തന്നെ പറയാം, പലപ്പോഴും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഫോണിൽ കൂടെയും മറ്റുമൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് വാർത്ത എഴുതുന്നതിന്. അതിൻ്റെ പല ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നതല്ല അവസ്ഥ. ഇന്ന് മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയാൻ നമുക്ക് ഭയം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ മാധ്യമ സംസ്കാരത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അരുൺകുമാറിനെ പോലെയുള്ളവർ. ഈ അരുൺകുമാർ സത്യത്തിൽ മാധ്യമപ്രവർത്തകനാണോ? ഒരു നല്ല അവതാരകനാണ് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകൻ, നമുക്കിവിടെ ഒരുപാട് മലയാളത്തിൽ തന്നെ മികച്ച മാധ്യമപ്രവർത്തകരുടെ ഒരു ശ്രേണിയുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നമുക്ക് മുന്നേ നടന്നു പോയവർ, ഇന്നും നമുക്കൊപ്പം പ്രവർത്തിക്കുന്നവർ, നല്ല മാധ്യമപ്രവർത്തകരുണ്ട്. പലരും വലിയ ഇതൊന്നുമില്ലാതെ, അതായത് ഈ പറഞ്ഞ പോലെ സ്വയം പ്രചരിപ്പിക്കാതെ, സ്വയം മാർക്കറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് അവനവൻ്റെ ജോലി ചെയ്തു പോകുന്ന നല്ല മാധ്യമപ്രവർത്തകർ ഇന്നും ഉണ്ട്. അവരൊന്നും കുറ്റിയേറ്റു പോയിട്ടില്ല. ആ വംശം അത് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പോലും ഏറ്റവും വലിയ നാണക്കേടും അപമാനവുമായി മാറിയിരിക്കുകയാണ് അരുൺകുമാറിനെ പോലെയുള്ളവർ. ചാനൽ ചർച്ചകളിൽ എന്തും വിളിച്ചു പറഞ്ഞ്, നമുക്കറിയാം ആ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് എന്തൊക്കെ കള്ളങ്ങളാണ് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്നത്. ഒരു ഉളുപ്പുമില്ലാതെ കറാച്ചിയെ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതും വിമാനവാഹിനി കപ്പലിൽ നിന്ന് മിസൈൽ തൊടുത്തു എന്ന് പറയുന്ന പച്ച കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്കാരാണ് ഈ റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ അടക്കമുള്ളവർ. കുറച്ച് സാങ്കേതിക മികവും ചടുലമായി സംസാരിക്കാനുള്ള കഴിവും ഉണ്ട് എന്ന് വിചാരിച്ച് മുഴുവൻ ജനങ്ങളും വിഡ്ഢികളാണ് എന്ന് കരുതരുത്. അവരെ എന്തും പറഞ്ഞ് വശത്താക്കാം, അവരെ എന്തും പറഞ്ഞ് വീഴ്ത്താം എന്നുള്ളത് ഈ നവമാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ഈ വ്യാജ വാർത്തകൾ പടച്ചുവിടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്, ഒരു വലിയ തൊഴിൽ വിഭാഗത്തെയാണ്. ഇത് നമുക്ക് മാധ്യമപ്രവർത്തനം ധാർമ്മികമായൊരു പ്രവൃത്തി മാത്രമല്ല, ഇതൊരു തൊഴിലും കൂടിയാണ്. അനേകം പേർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്, അവരുടെ ചോറിൽ മണ്ണ് വാരിയിടുന്ന പ്രവൃത്തിയാണ് ഈ അരുൺകുമാറിനെ പോലെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവായി നിങ്ങളിത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഈ സെൻസേഷണൽ അല്ല, സെൻസിബിളായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മം, മാധ്യമപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം. അത് 100% അല്ലെങ്കിലും 50% നിറവേറ്റാൻ അരുൺകുമാറിനെ പോലെയുള്ളവർ ശ്രമിക്കണമെന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ ഈ അവസരത്തിൽ.